ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ നമുക്കൊരു റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള റിക്വസ്റ്റുകൾ കാണുമ്പോഴാണ് കേട്ടോ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്ക് വീണ്ടും വീണ്ടും വ്ളോഗൊക്കെ എടുക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു പ്രചോദനത്തിൽ നിന്ന് ഞാൻ ഇന്ന് ഈ വ്ളോഗ് എടുക്കുകയാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അറിയാം. അതെല്ലാം ക്ഷമിക്കുക. സ്റ്റാർട്ടിംഗ് ആണ്, നമുക്കൊക്കെ വഴി ശരിയാക്കാം കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ മിറ്റടിച്ച് വരിക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് അധികം അങ്ങനെ ചമ്മലകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും കുട്ടികളൊക്കെ കളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇടുക, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് മാറ്റും. പക്ഷെ പിൻഭാഗത്ത് അങ്ങനെയല്ല കേട്ടോ, അവിടെ നിറച്ചും ചമ്മലകളായിരിക്കും, മരങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നിൽ. അപ്പോൾ അങ്ങനെ. പക്ഷെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാറ്റുകാലമായതുകൊണ്ട് നമ്മൾ എത്ര അടിച്ചിട്ടും വൃത്തിയാക്കിയിട്ടൊന്നും കാര്യമില്ല. പൊടിയും അതുപോലെ തന്നെ ഈ ഇലകളും ഒക്കെ അങ്ങ് പിന്നെയും വന്നിട്ട് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇന്ന് വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വെള്ളയപ്പം ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങും കൂടിയിട്ടൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. രാവിലെ അടുക്കളയിൽ കയറി കഴിഞ്ഞാലുള്ള ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാദ്യം നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മോർണിംഗ് പേഴ്സൺ എന്ന് പറയുന്നത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ ഇവിടെ ഏറ്റവും ഫസ്റ്റ് എണീക്കുന്ന വ്യക്തിയാണിത്. ആ കാണുന്നത് അച്ഛനാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണ് ഇവിടെ ഏറ്റവും ഫസ്റ്റ് എണീക്കുക. അച്ഛൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ കേട്ടോ അടുപ്പൊക്കെ പൂട്ടുന്നതൊക്കെ. അപ്പോൾ അച്ഛൻ എണീറ്റ് ചോറിന് വെള്ളം വയ്ക്കലും അരിയിടലും ഒക്കെ അച്ഛൻ ചെയ്യും. അപ്പോൾ പേപ്പർ പുറത്ത് പോയി വായിക്കാൻ പറ്റില്ലല്ലോ, കാറ്റ് കാരണം കൊണ്ട് പറക്കല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛൻ അടുക്കളയെല്ലാം വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതേ വെള്ളയപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ടാവട്ടെ. അപ്പോഴേക്കും പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കറിക്കുള്ള ഗ്രീൻ പീസ് ഇതാക്കാമെന്ന്. നമ്മൾ ഓവർനൈറ്റ് അത് കുതിർക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്നറിയില്ല, എത്ര വിസിലടിച്ചിട്ടും ഇത് വേവുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. എത്ര വിസിലടിച്ചിട്ടും വേവണില്ല. അപ്പം അമ്മ അന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൽക്കാലം ഗ്രീൻ പീസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉപ്പൊന്നും ഇടാതെ ഒന്ന് വേവിക്കാം, കുറേ വിസിലടിച്ചോട്ടെ, അങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെയും വേവുണ്ടോ നോക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ കാര്യമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോഴും ഗ്രീൻ പീസ അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇവിടെ വന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. ഇപ്പോൾ വരൾച്ചയുടെ സമയമല്ലേ, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഉണ്ടാക്കിയതൊക്കെ പിന്നെ കാണില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചു. അപ്പോൾ വെള്ളയപ്പൊക്കെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടാൻ കാച്ചാൻ അമ്മ കൂട്ടാൻ കാച്ചാനുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുമായിരുന്നു, ഇത്ര വെച്ചിട്ട് ഇത് വേവണില്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞ പോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊക്കെ അടിച്ചതാണ്, എന്നിട്ടും എന്താ പോകുന്നു. പിന്നെ എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കൂട്ടാനൊക്കെ കാച്ചി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നേരം കൊണ്ട് മോനെ എണീപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മോൻ്റെ അടുത്തേക്കൊക്കെ പോയി കേട്ടോ. മോൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ കുറേ വിളിച്ചു നോക്കി. എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കത്തിൽ കിടക്കണം, ആൾ എണീറ്റിട്ടുണ്ട്, എന്നാലും എണീറ്റ് വരാൻ ഒരു മടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ നേരം കൊണ്ട് അടിച്ചു വരാം എന്ന് വിചാരിച്ചിട്ട് പഠിച്ചു വരാൻ വന്നേക്കാണ്. അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് അമ്മോട് ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ വർത്താനം വലിയ കാര്യങ്ങളൊന്നുമല്ല, കുറച്ചൊക്കെ കുശുമ്പ് കൊണ്ടിട്ടൊക്കെ പറയാം. അപ്പോൾ അമ്മോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ ഏട്ടനും കൂടിയിട്ടുണ്ട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഏട്ടൻ പോവാറായിട്ടുണ്ട് കേട്ടോ, ജോലിക്ക് പോവാറായിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ നേരമൊക്കെ ആയ സമയത്ത് അവൻ എനിക്ക് വന്നു കേട്ടോ. എനിക്ക് വന്നപ്പോൾ അച്ഛനും മോനുള്ള കളിയാണ്. അപ്പോൾ എനിക്ക് ഉടനെ ആൾ അത്ര പെട്ടെന്നൊന്നും ഉഷാറാവില്ല കേട്ടോ, ആൾക്ക് കുറച്ച് സമയമൊക്കെ വേണം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഒക്കത്ത് കയറി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കഥകളിയാണ് പിന്നെ ബാക്കിയുള്ള സമയമൊക്കെ.
അപ്പോൾ അവനെ ഞാൻ വേഗം കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ച് ആളൊന്ന് ഫ്രഷാക്കി പിന്നെ വെള്ളയപ്പമൊക്കെ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കഴിക്കുമ്പോൾ ചോദിക്കുക ആരാ ഉണ്ടാക്കിയേ. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കയ്യിൽ ഫോൺ കാണുമ്പോൾ അതങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ, ഈ അമ്മ എന്താ ചെയ്യണേന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിപ്പിക്കാൻ ആയിട്ട് പോയി. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വരവുണ്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇതേ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല വാശിയായിരിക്കും കേട്ടോ വിചാരിച്ചത്. കാരണം 2 ദിവസം മുടക്കൊക്കെ ആയിരുന്നുകൊണ്ട് കുറേ നാളെ അവൻ പോയിട്ട് ഞാൻ എക്സാമിന് വീട്ടിൽ പോയിക്കായിരുന്നു. ആ സമയത്തൊന്നും സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ഇപ്പോഴാണ് കേട്ടോ പോണത്. അപ്പോൾ വാശി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളൊക്കെ ഞെട്ടിച്ചിട്ട് അവൻ നല്ല ഉഷാറിലാണ് കേട്ടോ അന്നുണ്ടായിരുന്നത്. വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പച്ചമോട് ബായൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ എത്തി പിന്നെയും തിരിച്ച് ഞാൻ ഉമ്മ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും തിരിച്ച് വരികയാണ് കേട്ടോ. പച്ചമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൻ അംഗനവാടിയിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ അംഗനവാടി ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ. നടക്കാന്ന് വെച്ചാൽ അത്ര അടുത്താണ്. അപ്പോൾ ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞാൽ ഞങ്ങളത് ഞാൻ അവനെ കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ ഞാൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം നമ്മൾ തുടയ്ക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ തുടയ്ക്കണോടത്തൂടെ എല്ലാവരും ഇങ്ങനെ കിടന്ന് നടക്കും. അപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ തുടയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ അമ്മ അടുക്കളയിൽ അവിടെ ഇന്ന് കടല വെക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി ഇന്നലത്തെ മീൻ കൂട്ടാനും ഉണ്ട്. അപ്പോൾ അമ്മ അവിടെ അടുക്കളയിൽ കൂട്ടാൻ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ തലയൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് വരെ നമ്മുടെ തലയിൽ അത് നിൽക്കുമല്ലോ. അപ്പോൾ ജടയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ പുരട്ടി കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എല്ലായിടത്തുമൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ നമ്മുടെ ടിങ്കു ഭയങ്കര കുരയാണ് കേട്ടോ. ടിങ്കു എന്ന് പറയുന്നത് ഇതിൽ മുതലാണ് കേട്ടോ. നല്ല കുരയായിരുന്നു. വേറെ ഒന്നുമല്ല, പൂച്ചേനൊക്കെ കണ്ടിട്ടാണ് ആൾ കുരയ്ക്കുള്ളൂ. അപ്പോൾ ആൾ കുറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അലക്കാനായിട്ട് നിന്നു. അപ്പോൾ എൻ്റെ ഈ വേഷം എന്താ എങ്ങനെയാണെന്ന് ചോദിക്കരുത്. എനിക്കിതൊരു കംഫർട്ടബിളാണ് കേട്ടോ. എനിക്കിങ്ങനെ അലക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതായത് നമ്മൾ പുറത്തുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഇടണത് അതെൻ്റെ ഒരു കംഫർട്ട് സോണാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പാത്രം കഴുകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ മുടിയുടെ ഒരു മുടി മാത്രം ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ടിങ്കുവിനെ ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുമോ അതവൻ കഴിക്കും കേട്ടോ. അപ്പോൾ അതാണ് അവൻ്റെ ശീലം. അപ്പോൾ നമ്മൾ അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നിൽ പണികളില്ല കേട്ടോ. അവിടെ അകത്തും പുറത്തും പണികൾ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തുണികൾ തോരയിടാൻ പോവുള്ളൂ കേട്ടോ. ഇപ്പോൾ മുകളിലാണ് നമ്മൾ തുണികൾ തോരയിടുക. അപ്പോൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമ്മളെ വരെ പറത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നുന്ന കാറ്റാണ്. തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലിപ്പിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പറന്നു പോകും. അങ്ങനെ പിന്നെ പ്രത്യേകിച്ചും നിറച്ച് മരങ്ങളൊക്കെ ഇതങ്ങനെ കാറ്റത്ത് അതിങ്ങനെ ആടുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ അവിടെ ഒതുക്കി വെച്ച മരക്കഷ്ണങ്ങൾ വരെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ താഴേക്കിന് എന്താ ശബ്ദം വീണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓരോ തുണികളായിട്ട് ഇങ്ങനെ തോരിയിടാൻ കണ്ടില്ലേ, നല്ല ഫോഴ്സാണ് കേട്ടോ കാറ്റിന് അത്രയും ഫോഴ്സാണ്. എനിക്ക് പൊതുവേ ഈ കാറ്റുകാലം ഇഷ്ടമല്ല കേട്ടോ. ആകെ നമുക്ക് സ്കിന്നിനായാലും മൊത്തത്തിലൊരു സുഖമില്ലാത്ത ടൈമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഈ ചോറൊക്കെ ഉണ്ടു. പിന്നെ ഏട്ടനൊക്കെ ഊണ് കഴിക്കാനൊക്കെ വന്നിരുന്നു. അതൊന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ മോനെ കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മോനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ ചിലതൊന്നും പിടിച്ചില്ല, മറന്നുപോയി. ചേച്ചി ചേട്ടനൊക്കെ കുളി പോയിക്കല്ലേ, കുളി പോയിട്ട് വരൂ കേട്ടാ. ഓക്കെ, ചേട്ടനും ചേച്ചിയും വരൂ കേട്ടാ, അമ്മായിയും വരൂ കേട്ടാ. ഓക്കെ, ഞാൻ സ്കൂളിൽ എന്നിട്ടുണ്ടായേ ചാടി കളിച്ചില്ലേ. പിന്നെ അച്ഛമ്മേരി ഉണ്ടോ നോക്കാനാ. ഇവല്ലേ
വീഡിയോ ഒന്നും പിടിക്കാത്ത സമയത്ത് വെത്താൻ അതെന്തോ പമ്മേ പന്ന വിഷമായിട്ട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ പഠിച്ചടാക്കുള്ളു ചാടാൻ പഠിച്ചോ? അവൻ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതേ ചായയൊക്കെ വെച്ചു, ചായ കൂടിയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞതേ പിള്ളേരൊക്കെ കളിക്കാനായിട്ട് പോയി. അപ്പോൾ ചേച്ചിയും പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദേ കറക്റ്റ് റീൽസ് പണിയിലാണ് കേട്ടോ അമ്മായി മോനും കൂടിയിട്ട്. പുഷ്പ ഇപ്പോൾ ഏത് നേരം അവ അത് പാടിയിട്ടാണ് നടക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ചേച്ചി അവൻ്റെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ നമ്മുടെ ആസ് യൂഷ്വൽ വൈകുന്നേരം ഉണ്ടാകുന്ന പണി എന്താ, അടിച്ചു വാരണം, പാത്രം കഴുകണം. അതൊന്നും ഞാൻ പിടിച്ചില്ല കേട്ടോ. എപ്പോഴും പണി ചെയ്യുന്നത് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ വൈകുന്നേരം അതേ തുണികൾ കുറച്ച് മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ഞാൻ മടക്കുന്ന പോലെ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ട്, എന്തുട്ടാ ഫോൺ എന്താ അവിടെ വെച്ചേക്കണേന്നൊക്കെ. അപ്പോൾ മടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ അവനൊന്ന് മേല് കഴിച്ചു അവന് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പം ഇത് ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കണം, പാട്ട് വെച്ച് തരുമോ ചോദിച്ചപ്പോൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ കളിക്കണ കളിയാണ് ഈ കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊന്നും നമ്മുടെ ഈ മുറ്റത്തൊന്നും ഇങ്ങനെ കിടന്ന് നടക്കൂട്ടോ ഞങ്ങൾ. അപ്പോൾ അവനും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഇരുട്ടൊന്നും ഇല്ല കേട്ടോ, അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അങ്ങനെ വരുന്നപ്പോൾ ഞാൻ ഫോൺ പിടിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഹായ് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഹായ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ. വീഡിയോ കോളാണോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുള്ളൂ കേട്ടോ. നടത്തൊക്കെ കഴിഞ്ഞതേ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.